ചൊവ്വാഴ്ച രാവിലെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. രാവിലെ ആ സമയത്ത് ഈ ദേശീയപാതയോരത്തുള്ള കടയിലെ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിൽ ലോറിക്കാരൊക്കെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഈ മലയുടെ ഒരു ഭാഗം അങ്ങനെ അടർന്ന് വീഴുകയായിരുന്നു. ഏകദേശ കണക്കനുസരിച്ച് ഏതാണ്ട് 65,000-ഓളം ടൺ മണ്ണ് താഴേക്ക് ഒഴുകി വീണിട്ടുണ്ട്, അല്ലെങ്കിൽ അടർന്ന് വീണിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മണ്ണ് താഴെ വീണ് ആ മണ്ണ് നമ്മൾ റോഡിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഇരട്ടി മണ്ണ് പുഴയിലേക്ക് കുത്തിയൊലിച്ച് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുഴയുടെ നടുവിൽ ഈ ഒരു മൺകൂന അല്ലെങ്കിൽ ഒരു മൺതിട്ട രൂപപ്പെട്ടത്. അതിന് അടിയിലേക്ക് വലിയ ആഴമുണ്ട്. ഈ ആഴത്തിന് മുകളിൽ കാണുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ആകാശദൃശ്യയിൽ കാണുന്നത്. ഏതാണ്ട് 20 അടിയിലധികം ആഴം ഉണ്ട് എന്നാണ് ആളുകൾ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഏതായാലും അത്രയും ആഴത്തിൽ മണ്ണ് അവിടെ കൂനുകൂടി കിടക്കുന്നുണ്ട്. അതിനിടയിൽ ലോറി ഉണ്ടാകാമെന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ കർണാടക ജില്ലാ ഭരണകൂടം, ഈ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടമൊക്കെ പറയുന്നത്. പക്ഷേ ഏതായാലും നമ്മുടെ രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ച് റോഡിൽ മണ്ണിൽ അടിയിൽ തന്നെ പുഴയുടെ തീരത്തുള്ള മണ്ണിനടിയിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു GPS സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചിട്ടിരുന്നു എന്ന് മനാഫ് തന്നെ അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നു. ഏതായാലും ആ ഭാഗത്തെ മണ്ണ് ഒക്കെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അവിടെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. സൈന്യമുണ്ട്, NDRF ഉണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകരെല്ലാം ഉണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഏതായാലും എനിക്ക് തോന്നുന്നു ഉച്ചയോടുകൂടി നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ദൃശ്യങ്ങളൊക്കെ നൽകാനാകും. നമുക്ക് അകത്തേക്ക് ഉച്ചയോടുകൂടി പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, ഈ ജോലികൾ നടക്കുന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അതായത് 5ഓ 6ഓ മണ്ണുമാന്തികൾ, അതുപോലെ തന്നെ വരിവരിയായി ടിപ്പറുകളൊക്കെ ഇട്ടുകൊണ്ടാണ് അവിടെ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ടൺ കണക്കിന്, ലോഡ് കണക്കിന് ടിപ്പറുകളിൽ നിന്ന് മണ്ണ് മാറ്റിയാലേ അവിടുത്തെ മണ്ണ് റോഡിൽ നിന്ന് പൂർണ്ണമായി മാറൂ. ഇന്നലെ റോഡിന് ഇടതുവശത്തുള്ള റോഡിനോട് ചേർന്ന ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിലെ റോഡിനോട് ചേർന്ന് നടപ്പാതെ ഉണ്ടാകുന്ന ആ ഭാഗങ്ങളിലെ മണ്ണെല്ലാം തന്നെ ഇന്നലെ തന്നെ എടുത്തു മാറ്റിയിരുന്നു. ആ ഭാഗത്ത് ലോറിയുടെ ഭാഗങ്ങളൊന്നും കാണാനും സാധിച്ചില്ല. ഇതോടുകൂടിയാണ് കർണാടക ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയൊക്കെ പറയുന്നത് റോഡിൽ ലോറി ഇല്ല എന്നുള്ളൊരു നിഗമനം അവർ പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് മുന്നോട്ടൊക്കെ പോയി പരിശോധിച്ചാൽ ലോറി ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തകരുള്ളത്. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ഇന്ന് രാവിലെ മുതൽ തന്നെ, അതിരാവിലെ മുതൽ തന്നെ ഈ രക്ഷാപ്രവർത്തന രംഗത്ത് ഉണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ വന്ന നിരവധി സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം പ്രതികരണങ്ങൾ രാവിലെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ ഒട്ടനവധി ആളുകൾ തോളോട് തോൾ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ 5ഓ 6ഓ ദിവസമായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ സമാന്തരമായി 2ഇടത്ത് പരിശോധനകൾ നടക്കുന്നു. കരയിലും നടക്കുന്നു, അതുപോലെ തന്നെ പുഴയിലും പരിശോധനകൾ നടക്കുന്നു. NDRFിൻ്റെയും നേവിയുടെയും മുങ്ങൽ വിദഗ്ധരാണ് ഇപ്പോൾ പുഴയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തോതിൽ, വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ആകാശ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പകർത്തുന്നത് പുഴയുടെ മറുകരയിൽ നിന്നാണ്. ആ മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ KV രാഹുലും നമ്മുടെ ക്യാമറമാൻ നിഖിൽ ജോസഫും കൂടി അതീവ റിസ്ക് എടുത്ത് വളരെ ദൂരം നടന്ന് ഒക്കെ പോയിട്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തോതിൽ ആ ദുരന്തത്തിൻ്റെ ഒരു ഭീകരത നമുക്ക് വെളിവാകും എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. നിലവിൽ അവിടെ ഉദ്യോഗസ്ഥരായിട്ട് കാർവാർ SP ഉണ്ട്. അതുപോലെ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തെ പ്രതികരിച്ച് കേരളത്തിൻ്റെ പോലീസ് സംഘം DYSPയുടെ നേതൃത്വത്തിൽ, കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിൽ ഒരു സംഘം 3ഓ 4ഓ ദിവസമായി ഇവിടെയുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു സംഘമുണ്ട്. അതുപോലെ തന്നെ MK രാഘവൻ MP ഇന്നലെ മുതൽ തന്നെ ഈ സ്ഥലത്തുണ്ട്. AKM അഷ്റഫുണ്ട്, KM അഭിജിത്തുണ്ട്. ഇങ്ങനെ നിരവധി ആളുകൾ രാപ്പകലില്ലാതെ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് ഈ അർജുന് വേണ്ടിയുള്ള ആ തിരച്ചിലിന് ഏകോപനത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ഈ കാത്തിരിപ്പൊന്നും വെറുതെ ആവില്ല, വിഫലമാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ തുടരുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.